നമസ്തേ. നാട്ടുവരമ്പിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രകൃതിയെയും മണ്ണിനെയും ജീവജാലങ്ങളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു പ്രദേശമാകെ ഹരിത സമ്പുഷ്ടമാക്കുന്ന ഒരു അഭിഭാഷകന്റെ കാർഷിക വിശേഷങ്ങളാണ് ഇത്തവണത്തെ നാട്ടുവരമ്പിൽ. ലോകത്തെ തന്നെ ആദ്യത്തെ ജാക്ക് ഫോറസ്റ്റോറിയമാണ് തപോവൻ എന്ന ബയോപാർക്ക്. There is a proverb in English, life started at 60. എൻ്റെ 60-ാം വയസ്സിലാണ് പ്രകൃതി, മണ്ണ്, പ്ലാവ് ഇവയെ സംബന്ധിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്, അതിൻ്റെ മൂല്യം അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ മണ്ണിരകളാൽ സമൃദ്ധമാണ് ഈ സ്ഥലം. ഓലഞ്ഞാലി എന്ന് പറയുന്നൊരു കിളിയുണ്ട്, ഓലഞ്ഞാലിക്കിളി. ഈ നമ്മുടെ പാട്ടുകളിലൊക്കെ വരാറുണ്ട്. ആ ഓലഞ്ഞാലിക്കിളി വന്നാൽ മണ്ണ് ഉർവരയായി എന്നാണ് അർത്ഥമെന്ന് കാരണവന്മാർ പറഞ്ഞു കേട്ടിരുന്നു. ഞാൻ ആ ഓലഞ്ഞാലിക്കിളിയെ കാത്തിരിക്കുകയാണ് തപോവൻ ഹാപ്പിനെസ് വാലിയിലേക്ക്. തപോവൻ നിൽക്കുന്നത് കനകക്കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നിലാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് വശം 2 കിലോമീറ്ററോളം വയലാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് ഇത്തിക്കരയാറിൻ്റെ ഒരു കൈവഴിയുടെ കരയിലാണ്. പ്രകൃതി അതിൻ്റെ ഏറ്റവും ഉദാത്തമായ കാറ്റും വെള്ളവും ഒക്കെ നൽകുന്ന ഒരു സ്ഥലത്താണ് തപോവൻ ഹാപ്പിനെസ് വാലി സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിവിടെ കാണുന്നത് ഈ 6 ഏക്കറിലും മുഴുവൻ പ്ലാവാണ്. മിക്കവാറും എല്ലാ പ്ലാവും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ ടേസ്റ്റും, ഉൽപ്പാദനപരതയും ടേസ്റ്റും മാത്രം പരിഗണിച്ചാണ് നമ്മൾ ഈ നാടൻ ഇനങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഇനം നോക്കുകയാണെങ്കിൽ വിദേശിയും സ്വദേശിയുമായൊരു 12 ഇനം പ്ലാവുകൾ ഇവിടെയുണ്ട്. ഇവിടെ വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട്, തായിഷ് പിങ്ക് ഉണ്ട്, കംബോഡിയൻ റോസ് ഉണ്ട്, മലേഷ്യയിലെ ഡാങ് സൂര്യ ഉണ്ട്. അങ്ങനെയുള്ള കുറേ വിദേശ ഇനങ്ങളും ഇവിടെയുണ്ട്. 1.5 കൊല്ലമേ ആയിട്ടുള്ളൂ ഇതൊക്കെ നട്ടിട്ട്. അത് ചിലതെല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ചെറുപ്രായത്തിൽ ഈ പ്ലാവിൽ ചക്ക ഉണ്ടാവാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ വിയറ്റ്നാം എർലിയൊക്കെ അല്പായുസുക്കളായ പ്ലാവുകളാണ്. ഇതെല്ലാം വരിക്കച്ചക്കകളാണ്. ഇവിടെയുള്ള 600 പ്ലാവും വരിക്ക പ്ലാവുകളാണ്. ഇത് നട്ടുപിടിപ്പിച്ചത് 8 വർഷം മുമ്പാണ്. പ്ലാവ് ഒരു വിശുദ്ധ വൃക്ഷമാണ്. മലയാളിയുടെ സാമൂഹിക ജീവിതവുമായി പ്ലാവിന് വലിയ അടുത്ത ബന്ധമുണ്ട്. നമ്മുടെ പൂജാതി കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന വിറക്, ഹവ്യം, അത് പ്ലാവിൻ്റെ തടിയാണ്. ക്ഷേത്രത്തിൻ്റെ കട്ടിളവാതിലുകൾ അതുണ്ടാക്കുന്നത് വരിക്കപ്ലാവിൻ്റെ കാതലിൽ നിന്നാണ്. അതുപോലെ ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഹവ്യം പ്ലാവിൻ തടിയാകുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ധൂപത്തിന് അന്തരീക്ഷ വിമലീകരണത്തിൻ്റെ ശേഷിയുണ്ട്. അതുപോലെ ഈ പ്ലാവില കോട്ടി ചൂട് കഞ്ഞി കുടിച്ച ഒരു തലമുറയ്ക്ക് ആമാശയ രോഗങ്ങൾ കുറവായിരുന്നു. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തനത് വൃക്ഷമായ പ്ലാവ് നട്ടുപിടിപ്പിക്കാനുള്ള കാരണം. തെക്കോട്ട് ചരിഞ്ഞ പുരയിടത്തിന് കാരണവന്മാർ പറയുന്നത് ഈ മോസ്റ്റ് അൺഫെർട്ടൈൽ ലാൻഡ് എന്നാണ്. തീരെ ഫലഭൂഷ്ടമല്ലാത്ത ലാൻഡാണ് അത്. തെക്കോട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു നിലയിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിനെ പല തട്ടുകളാക്കി ആ തട്ടുകളെ വടക്കോട്ട് ചരിച്ച് വെച്ച് പിന്നെ വെള്ളം ഒഴുകിപ്പോകുന്നത് ഫലപ്രദമായി തടഞ്ഞുകൊണ്ടാണ് പ്ലാവിൻ തൈകൾ വച്ചുപിടിപ്പിച്ചതും അതിപ്പോൾ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് ആയിത്തീർന്നതും. ഇത് നാടൻ ചെമ്പരത്തി വരിക്കയാണ്. ചുളയുടെ നിറം ചെമ്പരത്തി പൂവ് പോലെ ഇരിക്കും. നല്ല മണമാണ്, നല്ല രുചിയാണ്. ഈ വളരെ വലിയൊരു പരാധീനത ഇംഗ്ലീഷിൽ വരിക്കച്ചക്കയ്ക്ക് ശരിക്കുള്ള ഒരു വാക്കില്ല, കൂഴച്ചക്കയ്ക്കും ശരിക്കുള്ളൊരു വാക്കില്ല. അപ്പോൾ വരിക്കച്ചക്കയ്ക്ക് ഞാനൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടു.
ക്രിസ്പി ജാക്ക്. വിദേശ ഇനമാണ്. ഇതിൻ്റെ പേര് തായിഷ് ബ്രൗൺ എന്നാണ്. ബ്രൗൺ നിറത്തിലുള്ള ചുളയാണ് ഇതിനടുത്തുള്ളത്. ഇത് വച്ചിട്ടിപ്പോൾ 1.5 കൊല്ലമായി. ഇതിപ്പോൾ കായ്ച്ചു. ഇതിൻ്റെ കീഴെ 2 ചെറിയ ചക്കകളുണ്ട്. അത് വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുകയാണ്. വെട്ടിക്കളയുന്നതാണ് പ്ലാവിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. 16 അടി അകലത്തിലാണ് ആദ്യം ഞങ്ങൾ പ്ലാവ് നട്ടത്. ഇപ്പോൾ വിയറ്റ്നാം എർലിയെ പോലെയുള്ള പ്ലാവുകൾക്ക് അത്രയും ഡിസ്റ്റൻസ് വേണ്ട. 10 അടി അകലത്തിൽ ഇപ്പോൾ വിയറ്റ്നാം എർലി ഞാൻ വയ്ക്കുന്നുണ്ട്. അത് പട്ടുപോയ പ്ലാവുകളുടെ സ്ഥാനത്താണ് ഇപ്പോൾ പുതിയ ജനുസിലുള്ള നേരത്തെ പറഞ്ഞ പോലെ കംബോഡിയൻ റോസ്, തായിഷ് ബ്രൗണ്, വിയറ്റ്നാം സൂപ്പർ എർലി തുടങ്ങിയ പ്ലാവുകൾ 10 അടി അകലത്തിലാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് വാട്ടറിങ് വേണം. അപ്പോൾ ഈ ഫുൾ ഏരിയ, നമ്മുടെ ഈ മുഴുവൻ ഏരിയയും ഞങ്ങൾ ഡ്രിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ വേനൽക്കാലത്ത് മാത്രം കൊടുത്തിരുന്നത് ഇപ്പോൾ പ്ലാവുകൾ വളർന്നതുകൊണ്ട് ഇപ്പോൾ ഡ്രിപ്പില്ല. അതിന് പകരം ഈ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നനയ്ക്കുന്നുമുണ്ട്. ചക്കയെക്കുറിച്ച് പഠിപ്പിക്കുക, ചക്ക പ്ലാന്റേഷൻ കൊണ്ട് ഭൂമിക്കുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഭൂമിയെ അതിൻ്റെ പഴയ ഉർവരതയിലേക്ക് തിരിച്ചു പിടിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സിബിറ്റിംഗ് പീസായി ലോകത്തെ ആദ്യത്തെ ജാക്ക് ഫോറസ്റ്റോറിയമായി ഞങ്ങളിത് കണക്കാക്കുന്നതും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫോറസ്റ്റോറിയം എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഏതെങ്കിലും ഒരു വസ്തുക്കൾ എക്സിബിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് പ്ലാനറ്റോറിയം, ആഡിറ്റോറിയം, അതുപോലെയുള്ള വാക്കുകൾ. അങ്ങനെ വരുമ്പോൾ ഒരു ഫോറസ്റ്റിനെ അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഒരു ഫോറസ്റ്റിനെ ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ജാക്ക് ഫോറസ്റ്റോറിയം എന്ന വാക്ക് ഞങ്ങൾ ഇതിന് നൽകുന്നത്. പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യനും ഒത്തുചേരുന്ന ഒരു ബയോ പാർക്കാണ് തപോവനം. പ്ലാവുകൾക്ക് പുറമെ കരിമ്പും കുരുമുളകുമൊക്കെ തപോവൻ ഹാപ്പിനെസ് വാലിയെ ഹരിതാഭമാക്കുന്നു. ഇവിടെ 600 പ്ലാവുണ്ട്. ഓരോ പ്ലാവിൻ്റെയും വളർച്ച നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പ്ലാവ് മുഴുവൻ ഞാൻ എൻ്റെ കൈകൊണ്ടാണ് നട്ടത്. അതുകൊണ്ട് ഓരോ ഈ വളർന്ന പ്ലാവ് മരങ്ങൾ ഏത് ഇനത്തിൽപ്പെട്ടതാണ്, ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ ചക്ക എങ്ങനെയാണ്, അതിൻ്റെ രുചി എന്താണ്, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്തുമാത്രമുണ്ട് എന്ന് കൃത്യമായിട്ട് എനിക്ക് ഏത് സമയത്ത് ആര് ചോദിച്ചാലും പറയാനും പറ്റും. ഇത് മലേഷ്യനാണ്. ഇവൻ്റെ പേര് ഡാങ് സൂര്യ. പ്രഭാത സൂര്യൻ്റെ കണക്ക് ചുവപ്പ് നിറമുള്ള ചുളകളുള്ളതാണ് ഡാങ് സൂര്യ. കാഴ്ച തുടങ്ങിയിട്ടില്ല, എന്നാലും ഇത് ഫ്ലവറിങ് തുടങ്ങിയിരിക്കുന്നു. ഈ മനുഷ്യ ശരീരത്തിലെ 60% മുകളിൽ വെള്ളമാണെന്ന് പറയുന്നത് പോലെ ചക്കയുടെയും 60% മുകളിൽ വെള്ളമാണ്. ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള ഫലമാണ് ചക്ക. ചക്കയ്ക്ക് ക്യാൻസറിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശേഷിയുണ്ടെന്ന് യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടെത്തിയത്. ആ കണ്ടെത്തലാണ് നമ്മുടെ സ്വന്തം വൃക്ഷമായ പ്ലാവിനെ ഈ 6 ഏക്കറിലെ റബ്ബർ മരങ്ങൾ വെട്ടിക്കളഞ്ഞ് നട്ടുപിടിപ്പിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഈ പ്ലാവിന് വേറെയുള്ളൊരു വലിയ ഗുണം, പ്ലാവിൻ്റെ വേരുപടലങ്ങളിൽ ഉപരിതല മണ്ണിൽ വെള്ളം സൂക്ഷിച്ചു വെക്കാനുള്ള വലിയ ശേഷി പ്ലാവിനുണ്ട്. അതുകൊണ്ട് ഈ റബ്ബർ കൃഷി ഉണ്ടായിരുന്ന കാലത്ത് വർഷാവർഷം വറ്റിപ്പോയിരുന്ന ഞങ്ങളുടെ കുളം, ആ വലിയ കുളം പ്ലാവുകളൊന്ന് തല എടുത്ത് വന്നതോടുകൂടി ആ കുളം വറ്റുന്നില്ല. ഇപ്പോൾ തപോവൻ്റെ മുഴുവൻ ജലത്തിൻ്റെ ആവശ്യവും ഈ കുളം കൊണ്ടാണ് നിർവഹിക്കുന്നത്. ഇതിപ്പോൾ വറ്റുന്നില്ല. ഇത് വിയറ്റ്നാം എർലിയാണ്. വിയറ്റ്നാം എർലി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അതായത് തീരെ ചെറിയ ചക്കയാണ്. ഇത് ഈ വിയറ്റ്നാം എർലിയുടെ ഈ സീസണിലെ അവസാനത്തെ ചക്കകളായതുകൊണ്ടാണ് ഇതിനിങ്ങനെ വലിപ്പം കുറഞ്ഞു പോകുന്നത്. ആദ്യം ഉണ്ടാകുന്നതിന് 10-15 കിലോ തൂക്കം ഉണ്ടാവും. ഇവിടെ വാങ്ങാൻ വരുന്നവർക്ക് കൊടുക്കാൻ തികയുന്നില്ല. ചക്കയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഷോർട്ടേജ് ഉണ്ട്. കാരണം ചക്ക അവയർനെസ് ഒരുപാട് കൂടി.
ഇപ്പോൾ ഈ കീമോതെറാപ്പിയുടെ വലിയ കഠിനമായ വേദനയെ ചെറുക്കാൻ ചക്ക റെഗുലറായിട്ട് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ചക്ക റെഗുലറായിട്ട് കഴിക്കുന്നയാളിന് ഡയബറ്റിസ് കുറയ്ക്കാൻ പറ്റും, ഹൈപ്പർ ടെൻഷൻ കൃത്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പലതിനും ചക്ക ഭക്ഷണമാക്കിയാൽ പരിഹാരമാകുമെന്ന് ഇപ്പോൾ പലതരത്തിലുള്ള കണ്ടെത്തലുകളും വരുന്നുണ്ട്. എല്ലാ സീസണിലും എല്ലാ പ്ലാവുകളും കായ്ക്കില്ല, പക്ഷേ ചില പ്ലാവുകൾ മിക്കവാറും സീസണുകളിൽ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ വരുന്ന ഒരാളിന് എപ്പോഴും 12 മാസവും ഞങ്ങളുടെ പ്ലാവിലെ ചക്ക കാണാൻ പറ്റും. നമ്മുടെ ഒരേക്കറുള്ള കരിമ്പിൻ തോട്ടമാണിത്. നമ്മൾ ഇവിടെ ഈ തപോവൻ ഹാപ്പിനെസ് വാലി എന്ന നിലയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും ശുദ്ധവും ഏറ്റവും ആരോഗ്യവത്തുമായ കരിമ്പിൻ ജ്യൂസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കരിമ്പ് കൃഷി തുടങ്ങിയിട്ടുള്ളത്. കൃഷി രീതി എന്ന് പറയുമ്പോൾ ഈ സ്റ്റമ്പ് പാകുന്നത് പോലെ കരിമ്പ് പാകുക, അതിൽ നിന്ന് പൊട്ടുന്ന മുളകളെ, ആരോഗ്യമുള്ള മുളകളെ നിലനിർത്തുക, ബാക്കി കളയുക. 8-9 മാസം ഒക്കെ ആകുമ്പോഴേക്ക് കരിമ്പ് വിളവെടുപ്പിന് പാകമാകും. ഞങ്ങളിവിടെ വളപ്രയോഗം നടത്തിയിട്ടുള്ളത് ഓർഗാനിക്കാണ്, രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ശുദ്ധമായ കരിമ്പിൻ ജ്യൂസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കോൺക്രീറ്റ് പോസ്റ്റുകളിൽ പന്നിയൂർ 7 എന്ന് പറയുന്ന ഇനമാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാം, നല്ല പുഷ്ടിയുള്ള കുരുമുളകാണ് ഉണ്ടാകുന്നത്. കുരുമുളക് ചുറ്റി കയറിപ്പോകുന്ന തായ്തടിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മദർ പ്ലാന്റ്, അത് വെള്ളവും വളവും ഒക്കെ എടുക്കുന്ന സാധനമാണ്. അതേസമയം ഈ കോൺക്രീറ്റ് പോസ്റ്റ് ആകുമ്പോൾ വെള്ളവും വലിച്ചെടുക്കില്ല, വളവും എടുക്കത്തില്ല. അതിൻ്റെ മൂട്ടിൽ നടുന്ന മുഴുവൻ കുരുമുളകും അതിന് കൊടുക്കുന്ന വളം എടുത്തെങ്കിൽ പോരും. അതാണൊരു പ്രത്യേകത. ഇത് സജി, അദ്ദേഹം ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്, ടീം തപോവനിൽ അംഗമാണ്. തപോവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. വളരെ ജൈവപരമായ രീതിയിലാണ് ഇവിടെ കൃഷി പരിപാലിച്ചു വരുന്നത്. ഇത്തരം ജൈവവളങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായ കാലഘട്ടത്തിൽ നമ്മൾ തന്നെ ഇവിടെ ആടുകളെയൊക്കെ കൊണ്ടുവന്ന് അതിനെ വളർത്തി, ഇതിൻ്റെ തന്നെ പ്ലാവിലൊക്കെ അതിന് കൊടുത്ത് അതിനെ വളർത്തി അതിൻ്റെ മെന്യൂർ എടുത്തിട്ട് നമ്മൾ ഈ 2-3 വർഷം നമ്മൾ അതിൻ്റെ മെന്യൂർ എടുത്തിട്ട് ഈ പ്ലാവിനൊക്കെ ഇട്ട് കൊടുത്തു. ഇതൊരു ബയോ പാർക്കാണ്. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും, അല്ലെങ്കിൽ ഇവിടെ ഉള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും നല്ല വെള്ളവും നല്ല വായുവും വിഷമില്ലാത്ത ഭക്ഷണവും ഏറ്റവും ശുചി ഉള്ള പരിസരവും കൊടുക്കാൻ കഴിയുന്ന ഒരു ബയോ പാർക്കായിട്ട് തപോവൻ ഹാപ്പിനെസ് വാലിയെ നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. 600 പ്ലാവുകളെന്ന് വെച്ചാൽ 600 ഓക്സിജൻ ഫാക്ടറികളാണ്. ഇവിടെ പ്രാണവായുവിൻ്റെ പറുദീസയാണ്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഇതെങ്ങനെയാണ് മണ്ണിനെ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പിടിക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു സ്ഥാപനമായിട്ട് തപോവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. 8 വർഷത്തെ നിരന്തരവും നിതാന്തവുമായ അധ്വാനവും പ്ലാനിങ്ങും ഇതിൻ്റെ പുറകിലുണ്ട്. പശുവും കുതിരയും ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ തപോവനത്തിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കൂട്ടാകുന്നു. പച്ചപ്പാർന്ന ജൈവഗുഹയും ഈ ഓക്സിജൻ താഴ്വരയുടെ പ്രത്യേകതയാണ്. ഇവള് 7-ാം മാസമാണ് ഇവിടെ വന്നത്. ഇവള് സിന്ധിയാണ്, സിന്ധി കുതിരയാണ്. സിന്ധി കുതിര എന്ന് വെച്ചാൽ അറബി കുതിര. വരുമ്പോൾ ഇവളുടെ നിറം കറുപ്പായിരുന്നു, പിന്നെ വളർന്ന് പിന്നെ ബ്രൗണായി, ഇപ്പോൾ ഇവൾ വെളുത്ത് വരിക. അറബി കുതിര ആയതുകൊണ്ട് തന്നെ അസാമാന്യമായ കരുത്തുമുണ്ട്, നല്ല പൊക്കമുണ്ട്. ഇവൾക്കിപ്പോൾ 162 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്.
164-65 വരെയാണ് ഒരു അറബി കുതിരയുടെ ശരാശരി പൊക്കം. ഇപ്പോൾ അവൾ വളർന്നു, 3 വയസ്സായി. രാവിലെയും വൈകുന്നേരവുമാണ് ഫുഡിൻ്റെ സമയമൊന്നും തെറ്റാൻ പാടില്ല. രാവിലെ നമ്മുടെ ഗോതമ്പിൻ്റെ തവിട് കൊടുക്കും. അതുപോലെ അത് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് പച്ചവെള്ളം കൊടുക്കും. പിന്നെ ദിവസം ഒരു 250 ഗ്രാം മുതിര കൊടുക്കും. പിന്നെ പുല്ല് കൊടുക്കും. ഇതൊക്കെയാണ് അവളുടെ ആഹാരം. പശു നങ്ങേലി എന്നാണ് അവളുടെ പേര്. കുതിരയുടെ പേര് ദേവി എന്നാണ്. രണ്ടും പെൺപിറവികളാണ്. അവർ തമ്മിൽ അപാരമായ സൗഹൃദത്തിലാണ്. ഒരാൾ ഇതിലേ പോന്നോ മറ്റേയാൾ അതിൻ്റെ പിറകെ പോകാൻ വാശി പിടിക്കും. അപ്പം ഞാനൊരു പരവൂരിലെ ഒരു പശു ഫാമിൽ പോയി. ഞാൻ അവളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് മരുന്നും അതുപോലെ തന്നെ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി. അവളിപ്പോൾ ഗർഭിണിയാണ്. ഈ നങ്ങേലിയും ഈ ദേവിയും, ഈ കുതിര ദേവിയും തമ്മിൽ വല്ലാത്ത സൗഹൃദത്തിലാണ്. രണ്ടുപേരും ഇണ പിരിയാത്ത സുഹൃത്തുക്കളായിട്ടാണ് ഇവിടെ കഴിയുന്നത്. തൊട്ട് ചേർന്നാണ് കിടക്കുന്നത്. പരസ്പരം ഒരു ശല്യവുമില്ല. ഒരാൾ പോകുന്ന വഴിക്കേ മറ്റേയാൾ പോകും. ഇതാണ് ഞങ്ങളുടെ ജൈവ ഗുഹ എന്ന് വെച്ചാൽ ബയോ കേവ്. ഇതിൻ്റെ ഇരുവശങ്ങളിലുമുള്ളത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് വളർത്തി ഈ വള്ളിപ്പടർപ്പുകളുടെ ഇടയിൽ ഗുഹാതുല്യമായ അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചാണ് ഈ ബയോ കേവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്തുള്ള കാലാവസ്ഥയല്ല പുറത്ത്. ഇതിനകത്ത് വളരെ കൂൾ ബ്രീസാണുള്ളത്. പുറത്ത് വേറൊരു കാലാവസ്ഥയാണ്. ഇതിൻ്റെ പഴങ്ങളൊക്കെ ഇവിടെ വരുന്ന നമ്മുടെ ഗസ്റ്റിന് ജ്യൂസ് അടിച്ച് കൊടുക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മെക്സിക്കൻ കോഴികളുണ്ട്, നാടൻ കോഴികളുണ്ട്, ടർക്കിയുണ്ട്. ഞങ്ങളിവിടെ ഒരു കുക്കുടാരാമം എന്ന് വെച്ചാൽ കോഴികളുടെ ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള അലങ്കാര കോഴികളെ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വൈദ്യുതി സോളാർ സെല്ലുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതിയാണ്. PM കുസും പ്രോജക്റ്റ് അനുസരിച്ച് 10 കിലോ വാട്ട് വൈദ്യുതിയുടെ സൗരോർജ്ജ പ്ലാന്റാണ് നമ്മളിവിടെ വച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി പോലും ഇലക്ട്രിക് വണ്ടിയാണ്. ഭാവിയുടെ ഇന്ധനമല്ല, വർത്തമാനത്തിൻ്റെ ഇന്ധനമാണ് ഇപ്പോൾ സൗരോർജ്ജം. തപോവൻ ഹാപ്പിനെസ് വാലി ഒരു വലിയ ബയോ പാർക്കാണ്. ഇവിടെ ജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാകാനിടയുള്ളൊരു സ്ഥലമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഞങ്ങൾ പ്രത്യേകമായൊരു ഇടം തന്നെ വെച്ചിട്ടുണ്ട്. വലിച്ചെറിയുന്ന കുപ്പികളൊക്കെ ഇവിടെ കൃത്യമായി സംഭരിച്ച് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് റീപ്രോസസ്സിങ്ങിനും റീസൈക്ലിങ്ങിനുമായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഹ്യൂമൻ വെൽനസ്സിന് 4 അടിസ്ഥാന യോഗ്യതകൾ വേണമെന്നാണ് ഞാൻ കരുതുന്നത്. 1, നല്ല വെള്ളം. 2, നല്ല വായു. ഇത്രയും സമൃദ്ധമായ പ്രാണവായുവുള്ളൊരു സ്ഥലം വേറെ അടുത്തെവിടെയുമില്ല. 3, വിഷരഹിത ഭക്ഷണം. നമ്മുടെ ചക്ക ഇനിയും മായം ചേർക്കാനാവാത്ത ഒരു വലിയ ഫലമായിട്ട് അവശേഷിക്കുന്നു. 4, പരിസര ശുചിത്വം, എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഹ്യൂമൻ വെൽനസ്സിന് ആധാരമായ ഈ 4 ഘടകങ്ങളും ഞങ്ങളിവിടെ കൃത്യമായി പരിപാലിക്കപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഓലഞ്ഞാലിക്കിളി പ്രത്യക്ഷപ്പെടുന്ന ദിവസം ഈ മണ്ണ് അതിൻ്റെ സമൃദ്ധമായ ഉൽപ്പാദനപരതയിലേക്ക്, അല്ലെങ്കിൽ മണ്ണ് അതിൻ്റെ ഉർവരതയിലേക്ക് തിരിച്ചു വന്നു എന്ന് ഞാൻ കണക്കാക്കും. അപ്പോൾ ഓലഞ്ഞാലിക്കിളിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. ബുദ്ധൻ പറഞ്ഞതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനെ പോലെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം തുല്യമാണ് എന്ന് സ്വാഭാവികമായും എന്നെപ്പോലുള്ള ആളുകളും കരുതുന്നുണ്ട്.
അപ്പോൾ ആഹാരമാണ് മരുന്ന് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ വിഷമയമില്ലാത്ത വിഭവങ്ങളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കണമെങ്കിൽ പ്രകൃതി പരിപാലനം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറിവ് പുതിയ തലമുറയ്ക്ക് നൽകുക എന്നുള്ളതാണ് തപോവനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും തപോവനിലേക്ക് വരിക, ഇവിടുത്തെ പ്രകൃതിയുടെ അനുഭവം മനസ്സിലാക്കുക, ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുമെങ്കിൽ പകർത്തുക. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പിടിക്കുക, പുതിയ തലമുറയ്ക്ക് മണ്ണിൻ്റെ ഉർവരത കാണിച്ചു കൊടുക്കുക, പ്രകൃതി എങ്ങനെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നു, പ്രകൃതി പരിപാലനത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഓരോ തലമുറയ്ക്കും എങ്ങനെ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ലോകത്തെ ആദ്യത്തെ ജാക്ക് ഫോറസ്റ്റോറിയമാണ് തപോവൻ ഹാപ്പിനെസ് വാലി. ഇത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം പ്രകൃതി പരിപാലനത്തിൻ്റെ സന്ദേശം മാത്രമാണ്. ശാരീരിക മാനസിക ഘടകങ്ങൾ ഇടകലരുന്ന ഹ്യൂമൻ വെൽനസിന്റെ അടിസ്ഥാനമാവുകയാണ് തപോവനം പോലുള്ള ബയോപാർക്കുകൾ. ഇനിയുള്ള കാലത്ത് മനുഷ്യന് ശുദ്ധമായി ശ്വസിക്കാൻ ഇത്തരം ഹരിത താവളങ്ങൾ അനിവാര്യം തന്നെ. നാട്ടുവരമ്പിന്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം.